ഓക്കെ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈവായിട്ട് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റും അതുപോലെ തന്നെ കോഡ് ഓഫ് ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ഫീച്ചേഴ്സാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഫീച്ചേഴ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഒക്കേഴ്സ് വൺ ടു ഓർ മോർ പാർട്ടീസ് പെർസ്യൂ മ്യൂച്വൽ എക്സ്ക്ലൂസീവ്ലി ഗോൾസ്, വാല്യൂസ് ഓർ ഇവൻറ്റ്സ്. അതായത് എന്താണ്, രണ്ടോ അതിലധികമോ പാർട്ടീസ് തമ്മിലുള്ള ഒരു ഒക്കേർനെസ് ആണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള ഗോൾസിൻ്റെയും വാല്യൂസിൻ്റെയും ഇവൻറ്റ്സ് ഒക്കെയാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ഒരു ഫീച്ചേഴ്സ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇറ്റ് അറൈസസ് ഔട്ട് ഓഫ് ഡിഫറിങ് പെർസെപ്ഷൻസ്. അതായത് എന്താണ്, ഒരുപാട് പെർസെപ്ഷൻസ് ഉണ്ടാവും, അതെന്താണ് അറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് റെഫേഴ്സ് ടു ഡെലിബറേറ്റ് ബിഹേവിയേഴ്സിന് എന്താണ് ഡെലിബറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ അസിസ്റ്റ് എയ്തർ അറ്റ് ദ ലേറ്റൻറ്റ് ഓർ ഓവർ ലെവൽ. അതായത് എല്ലാ ലെവൽസും നമുക്ക് എന്താണ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോൺഫ്ലിക്റ്റിലൂടെ കഴിയുന്നുണ്ട് എന്നാണ് നെക്സ്റ്റ് ഒരു ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. പിന്നെ ദ കോൺഫ്ലിക്റ്റ് ഓൺ സൈഡ്സ് എക്വയർ ഓൺ ഓപ്പർച്യൂണിറ്റി ടു ഇൻഫീരിയർ വിത്ത് അതർ ഓപ്പർച്യൂണിറ്റി ടു അക്വയർ റിസോഴ്സസ് പേഴ്സൺസ് ആക്ടിവിറ്റി. ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എവിടെയൊക്കെ റിസോഴ്സസ് ഉണ്ടോ അവിടെ നല്ല രീതിയിലുള്ള ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യാനൊക്കെ ഈ ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ട് സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു ഫീച്ചേഴ്സായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരു മെയിൻലി ഒരു ഫൈവ് പോയിൻറ്റ്സ് ആണുള്ളത്. ആ 5 പോയിൻറ്റ്സ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. പിന്നെ നമ്മൾ പറയുന്നത് കോൺഫ്ലിക്റ്റിൻ്റെ ലെവൽസ് ആണ്. ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോൺഫ്ലിക്റ്റ് എന്ന ഭാഗം തന്നെ കുറച്ച് ഇമ്പോർട്ടൻസ് ആണ്. കോഡ് ഓഫ് ഡിസിപ്ലിൻസും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഏരിയാസൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. അപ്പോൾ ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഒരു ഗ്രാഫ് കാണുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. അതിൻ്റെ മുകളിൽ ഒപ്റ്റിമൽ ലെവലിൽ നിന്ന് അടയാളപ്പെടുത്തുക, ലോ ലെവലിൽ നിന്ന് താഴത്തെ അടയാളപ്പെടുത്തുക, സൈഡ് പോർഷനിൽ ഹൈ ലെവലിൽ നിന്ന് അടയാളപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രാഫ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നീട് നമുക്ക് ഈ ഓരോ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്, ഒരു പാരഗ്രാഫ് രൂപത്തിൽ തന്നെയാണ് പറയുന്നത്. ലോ ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റ് ഓഫ് റിസൾട്ട് ഇൻ ഡിസ്ട്രക്ഷൻ ആൻഡ് dysfunctional tendencies measured here to meaningful the level of conflict in a system, and if there is too little of a conflict of all, the managed event have to induce some level of conflict to energize the system. As the level of conflict tends to go beyond the optimal level, the manager must act to resolve the conflict in a manual trust will be beneficial to the organization. അതായത് ലോ ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രക്ഷനും അതുപോലെ തന്നെ ഡൈസ്ഫങ്ഷനും ആയിട്ടുള്ള ടെൻഡൻസീസ് ആണ് മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മീനിങ് ആയിട്ടുള്ള ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റ് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം കുറച്ചായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഒക്കെ എന്താണ്, നമുക്ക് ഓരോ ലെവൽസിലും എന്താണ് ഓരോ റിസൾട്ട്സ് എന്താണ് നമുക്ക് അറൈസ് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ലോ ലെവൽ കോൺഫ്ലിക്റ്റ് ആണെങ്കിലും ഒപ്റ്റിമൽ ലെവൽ കോൺഫ്ലിക്റ്റ് ആണെങ്കിലും ഹൈ ലെവൽ കോൺഫ്ലിക്റ്റ് ആയിട്ടും ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് ഇവൻറ്റ്സിൻ്റെ ഇൻഡ്യൂസും ഒക്കെ എന്താണ് സം ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റിനെ നമുക്ക് എനർജൈസ് ചെയ്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് എന്താണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എന്താണ് ഒപ്റ്റിമൽ ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത്. കോൺഫ്ലിക്റ്റിൻ്റെ റിസോൾവ് ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു ലെവലാണ് ഒപ്റ്റിമൽ ലെവൽ എന്ന് പറയുന്നത്. ഓരോ ലെവൽസിലെയും ബെനിഫിഷ്യൽ ട്രസ്റ്റ് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷന് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഗ്രാഫും കൂടി പ്രൊവൈഡ് ചെയ്യാം. പിന്നീട് നമ്മളോട് പറയുന്ന സ്റ്റേജസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ്. ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റും സ്റ്റേജസ് ഓഫ് കോൺഫ്ലിക്റ്റും ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ രണ്ടും ചോദിക്കാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അപ്പം സ്റ്റേജസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു ജസ്റ്റ് ഒരു ആരോ മാർക്ക് ഫില്ല് ചെയ്യുന്നത് നിങ്ങൾ നോക്കാം. കോൺഫ്ലിക്റ്റ് ആഫ്റ്റർ മാച്ചിന് ശേഷം ലേറ്റൻറ്റ് കോൺഫ്ലിക്റ്റ് വരുന്നു, പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ് വരുന്നു, ഫ്ലറ്റ് കോൺഫ്ലിക്റ്റ് വരുന്നു, മാക്സിഫസ്റ്റ് കോൺഫ്ലിക്റ്റ് വരുന്നു, പിന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനാണ്, പിന്നെ കോൺഫ്ലിക്റ്റ് ആഫ്റ്റർ മാച്ച്. ഇതെന്താ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നതാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻലി 2 സ്റ്റേജ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ലേറ്റൻറ്റ് കോൺഫ്ലിക്റ്റും രണ്ടാമത് പെർസീവ്ഡ് കോൺഫ്ലിക്റ്റും. ലേറ്റൻറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഈച്ച് എപ്പിസോഡ് ഓഫ് കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് വിത്ത് എ വെൻറ്റ് കോൺഫ്ലിക്റ്റ്
but the actual conflict has not emerged. Factors such as competition for scarce resources, competition for positions in an organization assist which could become conflict. ലേറ്റൻറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്ന കോൺഫ്ലിക്റ്റ് ആണ് ലേറ്റൻറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വൽ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് എമർജ് ചെയ്യുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ എല്ലാത്തിനും നമ്മൾ തുടക്കം കുറിക്കുന്നതുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ലേറ്റൻറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ പൊസിഷൻസ് ആണ് ഒരു ഓർഗനൈസേഷൻ എന്നാണ് വേരിയസ് തരത്തിലേക്ക് മാറ്റുന്നതും സ്കോഴ്സ് റിസോഴ്സസ് ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ലേറ്റൻറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് തന്നെയാണ്. രണ്ടാമത്തെ പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ് ആണ്. വെൻ ദ കോൺഫ്ലിക്റ്റ് മേക്സ് വൺ ടെൻസ് ഓർ and surely the conflict is a felt conflict because the difference are personalized or internationalized. പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റൻറ്റ് കോൺഫ്ലിക്റ്റ് ഓവർ ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്ന കോൺഫ്ലിക്റ്റാണ് പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മളെന്താണ് ഇൻ്റർനാഷണലൈസ് ചെയ്യുകയും അതെന്താണ് കൺസിഡർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കോൺഫ്ലിക്റ്റാണ് പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും. ഈ പേഴ്സൺസിൻ്റെ ഒക്കെ പേഴ്സണാലിറ്റി അറൈസ് ചെയ്യുകയും അവരെത്രത്തോളം കോൺഫിഡൻസ് ലെവൽ ഉണ്ട്, എത്രത്തോളം ഈ ഒരു ഇതിൽ ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺഫ്ലിക്റ്റാണ് സ്റ്റേജസ് ആണ് പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ഫ്ലഡ് കോൺഫ്ലിക്റ്റും മാക്സിഫിക്സ് കോൺഫ്ലിക്റ്റും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനും നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.